തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന്റെ വാർത്തയിൽ നിന്ന് യഥാർത്ഥ യുദ്ധത്തിന്റെ വാർത്തയിലേക്കൊന്ന് പോകേണ്ടി വരും. കാരണം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വെടിനിർത്തൽ തീരുമാനം പാളി എന്നുള്ളതാണ്. വീണ്ടും യുദ്ധഭീതിയിലാണ് ലോകം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ യുദ്ധഭീതിയിലേക്ക് പോവുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടച്ചിരിക്കുകയാണ്. ഇതിനിടെയായിരുന്നു ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തിയത്. വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെടുന്നില്ല എന്നതായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ കടുത്ത നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോകം വീണ്ടും ഊർജ്ജ പ്രതിസന്ധിയുടെ നാളുകളിലേക്ക് പോകുന്നു എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ്. രഞ്ജിത്ത്, 24 മണിക്കൂർ തികഞ്ഞിട്ടേ ഉള്ളൂ ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന്. ഇപ്പോൾ വീണ്ടും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ ഇനി അങ്ങോട്ട് വീണ്ടും പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ കാണേണ്ടി വരില്ലേ? അമേരിക്കയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണ്? തീർച്ചയായും ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രതികരണം എന്നുള്ളത് അത് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമാണ് മഞ്ജുഷ്. ട്രംപ് പറയുന്നത് ലോകം ഇതുവരെ കാണാത്ത വിധമുള്ള യുദ്ധം നിങ്ങൾ കാണാതിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. ഇപ്പോഴത്തെ ഇറാന്റെ പല വിഷയങ്ങളിലെയും പ്രതികരണം ട്രംപിനെ ആ തരത്തിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിന് അടിസ്ഥാന കാരണമായത് നമുക്കറിയാം, വെടിനിർത്തൽ എന്ന ഒരു കരാറിലേക്ക് ട്രംപ് 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിലേക്ക് ട്രംപ് എത്തുകയും ഇനി ഇറാനെ ആക്രമിക്കില്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഈ കരാർ ഒരു ഏകപക്ഷീയമായ കരാറാണ് എന്നുള്ള വാദം യുദ്ധ വിദഗ്ധരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചാണ് ഈ യുദ്ധം ആരംഭിക്കുകയും മറ്റും ചെയ്തത്. പക്ഷേ ഇസ്രായേൽ ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും അമേരിക്കയോട് യോജിച്ചിരുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തങ്ങളുടെ സഖ്യരാജ്യങ്ങളെ ആക്രമിക്കരുത് എന്നായിരുന്നു. ഈ കരാർ നിലവിൽ വന്ന ആ സമയം മുതൽ തന്നെ ലെബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി 10 മിനിറ്റ് കൊണ്ട് ലെബനന്റെ 100ഓളം സ്ഥലങ്ങളിലാണ് ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. 284ഓളം സാധാരണക്കാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ലെബനന്റെ പല പ്രദേശങ്ങളിലും വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ലെബനനിൽ ചികിത്സ നൽകാൻ പോലും പറ്റാത്ത വിധം ആശുപത്രികൾ നിറയുന്ന പശ്ചാത്തലമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ ആദ്യം ഈ കരാറിനെ തുടർന്ന് അല്പസമയത്തേക്ക് ഇറാൻ നാവികസേനയുടെ സഹായത്തോടു കൂടി കുറച്ച് കപ്പലുകൾ ഹോർമുസ് വഴി കടത്തിവിട്ടിരുന്നു. 4ഓളം കപ്പലുകളെ അത്തരത്തിൽ ഇറാൻ നാവികസേന കടത്തിവിട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. പക്ഷേ ലെബനൻ ആക്രമണം ശക്തമായതോടുകൂടി ഇതിൽ നിന്ന് ഇറാൻ പിന്മാറുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. കരാർ ലംഘിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുകയും അമേരിക്ക ഇതിനോട് പ്രതികരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും മറ്റും ചെയ്തു. പക്ഷേ ഇതിനോട് പോസിറ്റീവായി അല്ല ട്രംപും ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചത്. തുടർന്ന് ഇപ്പോൾ ഹോർമുസ് വീണ്ടും അടച്ചു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. ഇക്കാര്യത്തിൽ ഇസ്രായേൽ കടുത്ത നിലപാടിൽ തന്നെയാണല്ലോ. ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉള്ളതിനാൽ ഒരു കാരണവശാലും ലെബനെതിരെയുള്ള ആക്രമണം നിർത്തില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയല്ലേ ഇസ്രായേൽ ഇപ്പോഴും. അത് മാത്രമല്ല, ഈ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ ഇസ്രായേലിന്റെ അവകാശവാദം. പക്ഷേ അത് ഇറാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയുമില്ലല്ലോ. തീർച്ചയായും 10 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഇറാൻ ഈ കരാറിനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ മുന്നോട്ട് വെച്ചത്. അതിൽ ഏറ്റവും പ്രധാനം അവർ കണ്ടത് ഈ ലെബനനിലുള്ള ആക്രമണം അടക്കം ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അമേരിക്ക തത്വത്തിൽ അത് സമ്മതിച്ചതുമാണ്. ഈ 10 കരാറിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ട്രംപ് മാധ്യമങ്ങളെ അറിയിക്കുകയും മറ്റും ചെയ്തതാണ്. ഈ കരാറിന്റെ പുറത്താകും ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ള സൂചനകളാണ് നൽകിയത്. പക്ഷേ ഇസ്രായേലിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിധമുള്ള കരാറായി അത് മാറുകയും മറ്റും ചെയ്താണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയും വന്നു കഴിഞ്ഞു. അതിൽ പറയുന്നത് വെടിനിർത്തൽ യുദ്ധത്തിന്റെ അവസാനമല്ല എന്നും അത് ഒരു ഇടത്താവളം മാത്രമാണ് എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന പശ്ചാത്തലമുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം, നമുക്കറിയാം ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വലിയ ലക്ഷ്യമായിരുന്നു. പക്ഷേ അതിൽ തുടരരുത് എന്ന് ഈ കരാറിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലും മാറ്റമുണ്ടാകും എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം അടക്കം ഞങ്ങളുടെ പക്കലെത്തും. അതിപ്പോൾ കരാറിന്റെ വഴിക്കായാലും യുദ്ധം വേണമെങ്കിൽ യുദ്ധത്തിന്റെ വഴിക്കായാലും, അതായത് പിടിച്ചെടുക്കണമെങ്കിൽ പിടിച്ചെടുക്കുന്ന രീതിയിലായാലും അത് ഞങ്ങളുടെ പക്കലെത്തും എന്നിപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ഇറാനെതിരെ ഞങ്ങൾ ഓപ്പറേഷൻ ഗിഡിയൻ സ്ക്വാഡും ഒപ്പം ഓപ്പറേഷൻ ലയൺ സ്ട്രോറും ആരംഭിച്ചില്ലായിരുന്നുവെങ്കിൽ ഇറാന്റെ ഹുങ്കും അഹങ്കാരവും വർദ്ധിച്ചേനെ എന്നും ഇപ്പോൾ ഇറാനെ ഞങ്ങൾ വലിയ 100 വർഷങ്ങൾക്ക് പിന്നിലേക്ക് നയിച്ചു എന്നും മറ്റുമുള്ള അവകാശവാദം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമുണ്ട്. ഇസ്രായേൽ ഏത് സമയത്തേക്കും അതികഠിനമായ യുദ്ധത്തിലേക്ക് മടങ്ങാൻ തയ്യാറാണ് എന്ന പ്രകോപനപരമായ പ്രസ്താവനയും ഇറാന്റെ ഭാഗത്തും അത്ര കണ്ട് സമാധാന നീക്കങ്ങൾ ആയിരുന്നില്ലല്ലോ. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തുറക്കും എന്നൊക്കെ പറയുമ്പോഴും അവിടെ കൂടെ കടന്നു പോകുന്ന എണ്ണ ടാങ്കറുകൾ അവർ
നികുതി നൽകണം, ടോൾ നൽകണം എന്നുള്ള നിർദ്ദേശം പോലും ഇറാൻ നാവികസേനയുടെ ഒരു ഓഡിയോ സന്ദേശമായി പുറത്തു വന്നതാണല്ലോ. ബിറ്റ്കോയിനിൽ ഇത് നൽകണം എന്നും $1 ബാരലിന് $1 വെച്ച് ടോൾ നൽകണമെന്നുമൊക്കെയുള്ള സന്ദേശങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അപ്പോൾ ഇറാനും ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറന്ന് എണ്ണ ഗതാഗതം സുഗമമാക്കുവാൻ ഇറാനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് തന്നെ അല്ലേ? അതുമാത്രമല്ല, യുദ്ധവിമാനങ്ങൾ സദാസമയവും ഹോർമൂസിന് ചുറ്റും കറങ്ങിക്കൊണ്ടും ഇരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തീർച്ചയായും മഞ്ജുഷ്, അതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ 15 നിർദ്ദേശങ്ങൾ ആദ്യം മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ്. അതിന്മേലുള്ള ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നായിരുന്നു അമേരിക്ക പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് ഇറാൻ ഒരു തരത്തിലും സമ്മതിച്ചില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഇറാന്റെ നാഗരികത പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഇറാനെ നശിപ്പിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന ആശങ്കയും ഭീതിയും മറ്റും ലോകത്തുടനീളം പരക്കുകയും മറ്റും ചെയ്തത്. പക്ഷെ വളരെ പെട്ടെന്ന് ട്രംപ് പിന്മാറുന്ന ഒരു പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് വിവക്ഷിക്കപ്പെട്ടിരുന്നത്. മറ്റൊന്ന്, ഹോർമുസുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിലുണ്ടായ വലിയ പ്രതിസന്ധി, അത് ആ തരത്തിൽ ഒരുപാട് രാജ്യങ്ങളെ ബാധിക്കുന്ന സാഹചര്യവും ആഗോള ഇന്ധന വിലയിൽ വലിയ വർധനമുണ്ടാക്കുന്ന പശ്ചാത്തലവും മറ്റുമുണ്ടായിരുന്നു. അമേരിക്കയിലും സമാനമായ പ്രതിസന്ധി ആ രാജ്യം നേരിടുകയും അമേരിക്കയിൽ വലിയ എതിർപ്പ് ട്രംപിനെതിരെ സൃഷ്ടിക്കുകയും മറ്റും ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ് 4 ഗാലനിലേക്കൊക്കെ അമേരിക്കയിൽ എണ്ണവില വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അവിടെയാണ് ട്രംപ് തന്നെ മുൻകൈയെടുത്ത് പാകിസ്ഥാനെ കൊണ്ടൊരു മധ്യസ്ഥ ശ്രമം നടത്തുകയും തുടർന്ന് ഇറാനുമായി ഒരു മീഡിയേറ്റർ നിലയിൽ അവർ സംസാരിക്കുകയും മറ്റും ചെയ്തത്. അവിടെ സംഭവിച്ച കാര്യം, ഇറാൻ തങ്ങളുടെ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. അതിൽ പ്രധാനമായും പറയുന്നത് തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളെ ആക്രമിക്കരുത്, ഹോർമുസ് തുറന്നു കൊടുക്കാം, പക്ഷേ നിയന്ത്രണം പൂർണ്ണമായും ഞങ്ങളുടെ പക്കലായിരിക്കും, ഞങ്ങൾക്കെതിരെയുള്ള സാങ്ഷൻസ് എല്ലാം പിൻവലിക്കണം, നഷ്ടപരിഹാരം, യുദ്ധവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ഞങ്ങൾക്ക് തരണം, ആ നഷ്ടപരിഹാരം ഇറാന്റെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കുകയും മറ്റും ചെയ്യും എന്നുള്ളതും, ഒപ്പം ഞങ്ങളുടെ ആണവ പദ്ധതികൾ അതുപോലെ മുന്നോട്ട് പോവുകയും ചെയ്യും, ഒപ്പം യുദ്ധം പൂർണ്ണമായും അവസാനിക്കണം, അമേരിക്കയും സഖ്യസേനയും ഇസ്രായേലും മറ്റും പശ്ചിമേഷ്യയിൽ നിന്ന് പിന്മാറണം. ഏതാണ്ട് ഇത്തരം കാര്യങ്ങൾ അനുസരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ട്രംപ് എത്തുന്ന പശ്ചാത്തലം വളരെ പെട്ടെന്നാണ് സംജാതമായത്. പക്ഷേ ഇത് ഏത് സമയത്തും പ്രതീക്ഷിച്ചതാണല്ലോ. ലോകരാജ്യങ്ങൾ പലരും ഇക്കാര്യത്തിൽ അവിശ്വാസം നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നതാണ്. ഇവിടെ അമേരിക്കൻ ഇറാൻ ഭരണ നേതൃത്വങ്ങൾ തമ്മിലുള്ള അവിശ്വാസം നിലനിൽക്കുന്നതിനാൽ ഇങ്ങനെയൊരു സമാധാന കരാർ നടപ്പാവുകയില്ല. ഏത് സമയത്ത് വേണമെങ്കിലും യുദ്ധം വീണ്ടും തുടങ്ങാമെന്ന്. കാരണം നേരത്തെ ജനീവ ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണല്ലോ അമേരിക്കൻ ഇസ്രായേൽ ആക്രമണം ഇറാനുമേൽ ഉണ്ടായത്. അതുകൊണ്ട് ഇത് അപ്രതീക്ഷിതമായ ഒരു കാര്യമാണെന്ന് പറയാൻ പറ്റുകയില്ലല്ലോ. ട്രംപിന് മനസ്സില്ലാ മനസ്സോടെ, അല്ലെങ്കിൽ ട്രംപ് കീഴടങ്ങി എന്ന രീതിയിലായിരുന്നു ഈ സമാധാന കരാർ വന്നത്. പക്ഷേ ഏത് സമയവും ഇക്കാര്യം പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ, ആശങ്കപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് അല്ലേ? തീർച്ചയായും മഞ്ജുഷും ഞാനും ഒക്കെ സംശയിക്കുന്നത് പോലെ, നമ്മളൊക്കെ ആശങ്കപ്പെടുന്നത് പോലെ ഇതെങ്ങനെ ഈ കരാർ സംഭവിച്ചു എന്നുള്ളതായിരുന്നു എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ട്രംപ് വളരെ പെട്ടെന്ന് വഴങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയും ട്രംപിന്റെ പരാജയമാണ് നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുകയും ഞങ്ങൾ കീഴടങ്ങിയിട്ടില്ല എന്നും ഞങ്ങളുടെ വലിയ വിജയമാണ് എന്ന് പറയുകയും മറ്റും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടു. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ആക്രമണം, അത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ സമ്മർദ്ദവും അവിടുത്തെ ആകെയുള്ള ജീവിതക്രമം തന്നെ താളം തെറ്റുന്ന പശ്ചാത്തലവും, അവിടെയും വലിയ വില ഉയരുന്നു, ജോലി സ്ഥലങ്ങളിൽ ആളുകൾക്ക് പോകാൻ പറ്റാത്ത പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ ഓറക്കിൾ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കമ്പനികളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുന്നു. അതായത് ട്രംപ് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ആക്രമണം ഇറാനെ തീർത്തുവെന്നും അവരുടെ ആണവ ശക്തിയും മറ്റും അവസാനിപ്പിച്ചുവെന്നും അവർക്കിനി ആക്രമണം നടത്താനുള്ള ശക്തിയില്ല എന്നും ട്രംപ് തുടർച്ചയായി പറയുമ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി ഇറാൻ സാധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേൽ ടെല്ലവീവിൽ ആക്രമണം ഉണ്ടാകുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ മിക്കയിടത്തും ആക്രമണം ഉണ്ടാകുന്നു. ഇന്നലെ രാത്രിയിലും സൗദിയിലെ വളരെ പ്രധാനപ്പെട്ട എണ്ണ പാടങ്ങൾ പോലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ബഹ്റൈനിലൊക്കെ വലിയ തീപിടുത്തം ഉണ്ടാവുകയും മറ്റും ചെയ്യുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ഇവിടെയാണ് ഇറാൻ ഈ ട്രംപിന് മേൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കപ്പെടുകയും എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന നിലയിലേക്ക് ട്രംപ് എത്തുകയും മറ്റും ചെയ്തത്. തുടർന്നാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഈ 10 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചത്. അപ്പോൾ തന്നെ ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തിരുന്നു. ലെബനൻ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, ലെബനൻ ഈ കരാറിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ള ഏകപക്ഷീയമായ ഇസ്രായേലിന്റെ വാദമാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊളിച്ചത്. ശരിയാണ് രഞ്ജിത്ത്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിരവധി 100-ൽ
1000-ലധികം മിസൈലുകളാണ് ഇസ്രായേൽ ലെബനനിലേക്ക് തൊടുത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. വീണ്ടും ഇറാൻ അടയ്ക്കുകയാണ് ഹോർമുസ് കടലിടുക്ക്. ഇതോടുകൂടി യുദ്ധം അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നു. അതുമാത്രമല്ല, എണ്ണ ഗതാഗതം തടസ്സപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആശങ്കയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ ലെബനനിൽ ആക്രമണം നിർത്തുവാൻ തയ്യാറല്ല എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് അമേരിക്കയുടെ പിന്തുണയുമുണ്ട്. ഇസ്രായേലും ലെബനൻ ഒരിക്കലും ഈ സമാധാന കരാറിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം. പക്ഷേ ഇറാൻ ഇത് അംഗീകരിക്കുവാൻ തയ്യാറല്ല. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണ്. അങ്ങനെ എണ്ണ ഗതാഗതം തടസ്സപ്പെടുകയാണ്. ഊർജ്ജ പ്രതിസന്ധിയുടെ നാളുകൾ വീണ്ടും വരാൻ പോവുകയാണോ എന്നുള്ള ആശങ്ക. അങ്ങനെ 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തൽ കരാർ 24 മണിക്കൂറിനുള്ളിൽ അവസാനിക്കുകയാണ്. ഇതാണിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ.